ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? എല്ലാവരെയും ഈദ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളെ ഈദ് ഷോപ്പിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് അൽക്കൂദിലേക്കാണ് പോകുന്നത്, നെസ്റ്റോയിലേക്ക്. കുട്ടികൾക്ക് ഡ്രസ്സ് നോക്കാനാണ് ഇവിടെ പോകുന്നത്. ഇവിടെ കുറേ പുതിയ കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ച് വന്നിന്. അതിൽ ലെയോനെ നോക്കുമ്പോൾ ലെയോൻ്റെ സൈസെല്ലാം കുറവാണ്. ചിലത് ഇഷ്ടപ്പെട്ടതൊന്നും ലെയോൻ്റെ സൈസിന് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് മേലെയുള്ള ഗ്രീൻ ഇല്ലേ, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്താൽ ഈ കളർ എനിക്ക് ഇഷ്ടമായി. നോക്കുമ്പോൾ ഇത് ലെയോൻ ഇട്ടിട്ട് വലിയ രസമില്ല, കാണാൻ നല്ല രസമുണ്ടെയും, പക്ഷെ ഇട്ട് നോക്കുമ്പോൾ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനല്ല ലെയോ, തിരിച്ചു വെക്കാം. പിന്നെ എനിക്ക് ഈ വൈറ്റ് കളർ ടോപ്പ് നല്ലോണം ഇഷ്ടമായി. നോക്കുമ്പോൾ ലെയോൻ്റെ സൈസ് ഇല്ല, എന്നാലും അതിൻ്റെ ചെറിയ സൈസ് നോക്കിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കീന്. നോക്കുമ്പോൾ അത് ഭയങ്കര ലൂസാണ്, പിന്നെ ഓൾട്ടർ ചെയ്യാനൊന്നും പറ്റാത്തൊരു ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഫ്രോക്ക് ടൈപ്പൊന്നും ഞാനിപ്പോൾ അങ്ങനെ കുട്ടിയൊക്കെ എടുക്കലില്ല, ജസ്റ്റ് കാഷ്വൽ വെയർ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ലെയോനൊന്നും എടുത്തിട്ടില്ല, ഇവാച്ചോനും അവിടുന്ന് ഡ്രസ്സ് കിട്ടീന്. അങ്ങനെ താഴെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഫിഷ്, കിങ് ഫിഷ് ഉണ്ടായിരുന്നു, നമ്മൾ അയക്കൂറയില്ലേ, അത് വാങ്ങി. പിന്നെ നമ്മൾ നേരെ വന്നത് മാർക്കൻ സേവിലാണ്, അൽക്കൂദ്. ഇവിടെ നിവാച്ചുവിൻ്റെ ഷൂസ് നോക്കാനാണ് വന്നത്. ഇവിടെ മാർക്കൻ സേവിൽ നല്ല ഷൂ കളക്ഷൻസ് ഉണ്ടാവും. ഞാൻ അധികം കുട്ടികൾക്ക് ഇവിടുന്ന് മാർക്കൻ സേവിൽ എടുക്കൽ. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളെ കളക്ഷൻസും കുറേ ഉണ്ട്, എനിക്കും ഞാൻ ഇവിടുന്ന് എടുക്കലുണ്ട്. ഇവിടെ അൽക്കൂദിൽ മാത്രമല്ല മബേല മാർക്കൻ സേവിലും ഇതേപോലെ തന്നെയാണ് നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട്. പിന്നെ എനിക്ക് ഈ പേർപ്പിൾ കളർ ഷൂസ് നല്ലോണം ഇഷ്ടമായിനേനു, എനിക്കും മനുവിനും ഇഷ്ടമായി. നമുക്ക് ഇതന്നെ എടുക്കാമെന്നെല്ലാം പറഞ്ഞു നിന്നതാണ്. ഇവാച്ചുവിൻ്റെ സൈസ് തന്നെയാണ് എടുത്തത്. നോക്കുമ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ ഓക്ക് ഭയങ്കര ടൈറ്റ്, ഇടാൻ പറ്റുന്നില്ല. ഓളെ സൈസ് വലുതായിന്, അതിൻ്റെ ഒരു സൈസ് വലുതേനു വേണ്ടത്, അങ്ങനെ അത് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു സൈസ് കൂടുതലില്ല അവിടെ, അതുകൊണ്ട് ആ കളറിൽ തന്നെ വേറെ ഷൂ ആണ് എടുത്തത്. അങ്ങനെ ഈ വാച്ചുവിൻ്റെ ഡ്രസ്സും ഷൂവിൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോന്ന ടീ ടൈം ഒന്നൊരു ടീ എല്ലാം കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ഇത് നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഡേ 2 ആണ്. ഒരു 12 മണി അങ്ങനെ ആയപ്പോൾ ഇറങ്ങീന്. നല്ല വെയിലാണ് പുറത്ത്, ഒന്നും നോക്കിയില്ല. ഇന്ന് എല്ലാവരും ഷോപ്പിങ്ങും കഴിയണമെന്ന് കൺഫേം ആക്കിയതാണ്, അതുകൊണ്ടാണ് ഉച്ചക്ക് തന്നെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നേരെ റൂവിയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ ക്യാൻറ്റീൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ റൂവിലുള്ള ടൈമിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇവിടെ തന്നെയാണ് വരൽ. എന്നിട്ട് നേരെ ഷോപ്പിങ്ങിനേക്ക് അവന്യൂസ് മാളിലേക്കാണ് വന്നത്. ഇവിടുത്തെ മാക്സിൽ നല്ല കളക്ഷൻസ് കാണലുണ്ട്, അപ്പോൾ അവിടെ നോക്കാമെന്ന് വിചാരിച്ച്. ഷോപ്പ് എത്തിയാൽ പിന്നെ ഇവാച്ചുവിനെ പിടിച്ചാൽ കിട്ടൂല, ഓക്ക് നിലത്തിറങ്ങണം. പിന്നെ ഓളെ ബാക്കിൽ തന്നെ നടന്ന് ടൈം പോവും. ലെയ്യ് പിന്നെയും പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ ഇവാച്ചു ഓക്ക് ഓളതായ കളി കളിക്കണം, നമ്മൾ ആരും എടുക്കാനൊന്നും പാടില്ല. അതിൻ്റെ ഇടയിൽ ലെയ്യോന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് തന്നെ ഐക്കൻ്റെ ഷോപ്പില്ലേ,
അവിടുത്തെ ഐസ്ക്രീം ഓടിക്കാൻ വന്നതാ. ഇവിടുത്തെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. എന്നിട്ട് പിന്നെയും ഷോപ്പിങ്ങിന് തന്നെ ഇപ്പുറത്ത് മാക്സിൽ വന്ന് കുട്ടികളത് നോക്കാമെന്ന് വിചാരിച്ച്. എൻ്റെത് കിട്ടി. ഇനി ലയ്യൂനെ നോക്കണം. ലയ്യൂന് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നേരെ R&Bയിൽ പോയി. ഇവിടെ നിന്നാണ് ലയ്യൂന് ഇഷ്ടപ്പെട്ടത് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്ന. ഇവിടെ നിന്ന് എനിക്കും ലയ്യൂന് വന്ന് ഡ്രസ്സ് എടുത്തത്. പിന്നെ മനുവിന് ഓൾറെഡി നേരത്തെ എടുത്തതാ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കാൻ വന്നിന്. ഇത് നമ്മളെ ഫേവറേറ്റ് ടീ സ്പോട്ടാണ്, ഗാലയിലാണിത്. ഇവിടുത്തെ ചായ ഒന്നും പറയണ്ട, അടിപൊളി ചായയും കടിയാണ് ഇവിടുത്തത്. നല്ല പഴംപൊരി, ഉഴുന്ന് വട, എഗ് ബജി, പിന്നെ ഇടയ്ക്ക് മുട്ട പൊരിച്ചതും ഉണ്ടാവും. പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാവും. അങ്ങനെ കുറേ കടികളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇവിടെ ഉള്ള കടിയെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ പഴംപൊരി ആയാലും ഉഴുന്നുവട ആയാലും എല്ലാം നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ്. ഇതാണ് ഷോപ്പ്. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോൾ വന്നാലും. ഇതിപ്പോൾ നമ്മളൊരു 6:30 അങ്ങനെ ആയിന്. എന്നിട്ടും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരു ഈവനിങ് ഒക്കെ ആവുന്ന ടൈമിൽ ഇവിടെ ഫുൾ ആളായിരിക്കും. ഇരിക്കാനൊന്നും സ്പേസ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാനും നല്ല വൈബാണ്. നമ്മൾ പിന്നെ പുറത്തിപ്പം ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെയാണ് ചായ കുടിച്ചത്. അത് കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് നമ്മൾ പിന്നെയും തിരിച്ച് അൽക്കൂദ് മാർക്കൻ സേവിലേക്കാണ് വന്നത്. ലയ്യൂന് ഷൂസ് എടുക്കണേനും പിന്നെ ഇവർക്ക് ഹെയർ ബാൻഡ് അങ്ങനത്തെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കൻ സേവിൽ വന്നതാണ്. പിന്നെ ഇത് കണ്ട ഫാൻസി ഐറ്റംസ്. ഞാനെപ്പോഴും ഫാൻസി ഐറ്റംസ് ഇങ്ങനെ നോക്കും ഓരോ മോഡലെല്ലാം കാണുമ്പോൾ. പക്ഷെ ഞാനങ്ങനെ ഫാൻസി ഒന്നും ഇടലില്ല, ഇങ്ങനെ നോക്കാൻ ഇഷ്ടം. ഇത് നമ്മൾ അറേബ്യൻ നൈറ്റിനെല്ലാം ഇടുന്ന ആ ഒരു ടൈപ്പ് ഫാൻസിയാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഹെയർ ബാൻഡ് വാങ്ങാൻ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എൻ്റെ മക്കൾക്ക് രണ്ടാക്കും ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഇഷ്ടമല്ല. അവർ വെക്കൂല തലയിൽ. ലയ്യു വന്നാലും കുറച്ച് നേരമെങ്കിലും വെക്കും. ലയ്യുക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹെയർ ബാൻഡെല്ലാം. പക്ഷേ ഇവാച്ചു തീരെ വെക്കൂല, അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് സാധനമെല്ലാം വാങ്ങി ബില്ല് ചെയ്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവിടെ ഒമാനീസിൻ്റെ പരിപാടി നടക്കുന്നുണ്ടേനും. ഇവരെ ട്രഡീഷണൽ പാട്ട്, ഡാൻസ്, അങ്ങനെ ഇവിടെ ഷോപ്പ് ചെയ്യാൻ വന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ഇത് നോക്കി നിൽക്കുന്നുണ്ടേനും ഈ പരിപാടി കാണാൻ. ഇവിടെ ഒമാനിൽ പുതിയ ഷോപ്പെല്ലാം ഇനോഗ്രേഷൻ്റെ ടൈമിൽ ഇങ്ങനെ ഒമാനീസിൻ്റെ ഈ ട്രഡീഷണൽ ഇങ്ങനത്തെ ഒരു പരിപാടിയെല്ലാം കാണാം. ഇവിടെ മാർക്കൻ സേവിൻ്റെ 100 ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയെല്ലാം. ഇത് മാത്രമല്ലാണ്ട് വേറെയും എന്തൊക്കെയോ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടേനും. പിന്നെ അവിടെ സ്പിൻ ചാലഞ്ച് ഉണ്ടേനും. നമ്മൾ 10 റിയാലിനോ അതിൽ കൂടുതലോ പർച്ചേസ് ചെയ്താൽ പിന്നെ ഇങ്ങനെ സ്പിൻ ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ്സ് കിട്ടും. പിന്നെ ലക്കി ഡ്രോ ഗെയിമും ഉണ്ടേനും.
അങ്ങനെ നമ്മളിതാ എല്ലാ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന. ഞാൻ വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഈദിൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ തന്നെ കാണിച്ചാൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈദ് ഷോപ്പിംഗ് വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാ. ബൈ.